നമസ്കാരം. നമ്മൾ കേട്ടിട്ടില്ലേ, മണ്ണും പെണ്ണും നന്നാക്കുന്നിടത്തോളം നന്നാവും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത് പണ്ടുള്ളൊരു പഴഞ്ചൊല്ല. അതായത് ഭൂമിനെ എന്തുമാത്രം കൃഷി ചെയ്ത് നല്ല ഫലപുഷ്ടമായിട്ട് വെക്കുന്നുവോ അതുപോലെ അത് നമ്മൾക്ക് ആദായം തരും എന്നാണ് പറയുന്നത്. അതുപോലെയാണ് പെണ്ണുങ്ങളെ ഏത് രീതിയിൽ നോക്കുന്നുവോ ആ പെണ്ണ് ആ കുടുംബത്തിൻ്റെ ഐശ്വര്യമായിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല കേട്ടോ. അതായത് സാധാരണ കൃഷിയൊക്കെ ചെയ്യുന്ന പുരുഷന്മാരാണല്ലോ. പുരുഷന്മാർ ആ ഭൂമിനെ എത്രമാത്രം നന്നായിട്ട് നോക്കുമ്പോൾ അതുപോലെ ആ ഭൂമി നമുക്ക് നല്ല വിളവ് തരും. അതുപോലെ ഭാര്യമാരെ നന്നായിട്ട് നോക്കുന്ന ഭർത്താക്കന്മാർക്ക് ആ ഭാര്യമാർ എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കും എന്നാണ് പറയുന്നത്. അതിനാണ് പെണ്ണുങ്ങളെ മഹാലക്ഷ്മി എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, പഴഞ്ചൊല്ലല്ല ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏതു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു ഭാര്യ ഉണ്ടായിരിക്കും, ഒരു സ്ത്രീ ഉണ്ടായിരിക്കും ഇല്ലേ? ഒന്നെങ്കിൽ അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, സുഹൃത്തായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം ഒരാളുടെ വിജയത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്നത് ഇല്ലേ? അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നല്ല കഴിവുള്ളവരാണ്. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ള സ്ത്രീകളാണ്. പക്ഷേ പല കുടുംബങ്ങളിലും എന്നെ പറ്റും, അവളെ അങ്ങ് താത്തി അങ്ങ് വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ആ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ മതിയെന്നേ, ഒന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഭാര്യ കുടുംബത്തിൽ എത്ര പ്രതിസന്ധിയാണെങ്കിലും അവരെ വിട്ടുപോകില്ല, അവരാ കൂടെ തന്നെ കാണും. ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കണം, അപ്പോൾ അതും മതി. അവർക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളേ ഉള്ളൂ. ഒരു ബർത്ത്ഡേ ഓർത്തിരിക്കുക, ഒരു വിവാഹ വാർഷികം ഓർത്തിരിക്കുക, അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ്, ഒരു മിഠായി ആണെങ്കിലും ഭാര്യയ്ക്കൊരു നാരങ്ങാ മിഠായി ഇഷ്ടമുള്ളെങ്കിൽ അത് കൊണ്ടു കൊടുത്താൽ മതി. നമ്മളോർക്കും വലിയ വലിയ വില കൂടിയ ഡയമണ്ടും അങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കുക, അതൊന്നും വേണ്ട. ഒരു ചെറിയൊരു മിഠായി ആണെങ്കിലും കൊണ്ടു കൊടുക്കുക. നമ്മുടെ സാമ്പത്തികം അനുസരിച്ചുള്ള അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒന്നും പറയാനുള്ളൊരു മനസ്സ് വയ്ക്കുക, എന്ത് ചർച്ച ചെയ്യുക. അത് ചുമ്മാ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയുമ്പോഴൊക്കെ അതൊക്കെ ഒന്ന് ഭാര്യയോട് പറയുമ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ത്രീകൾ പൊതുവെ എങ്ങനെയാണെന്നറിയാമോ? സംസാരപ്രിയരാണ്. അവർക്ക് സംസാരിക്കാനും കേൾക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരാണ്. അതൊത്തിരി പ്രശ്നങ്ങളിൽ ചെന്നാൽ പെണ്ണുങ്ങൾ ചാടാറുമുണ്ട്. എങ്കിലും പൊതുവെ സ്ത്രീകൾ സംസാരപ്രിയരാണ്. അവർക്ക് ഇഷ്ടമാണ് സംസാരം. അപൂർവ സ്ത്രീകൾ മാത്രമേ അധികം സംസാരിക്കില്ലാത്തവരുള്ളൂ. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കൊച്ചു ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ മനസ്സിലാക്കും, ഓർത്തിരുന്നല്ലോ, എൻ്റെ ബർത്ത്ഡേ ഓർത്തിരുന്നല്ലോ, ഇന്ന് ആനിവേഴ്സറിയാണ് ഓർത്തിരുന്നല്ലോ എന്നൊക്കെ പറയും. പിന്നെയുണ്ട്, നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നമ്മുടെ ഇൻഡോസിൻ്റെയോ ഒക്കെ അടുത്ത് വെച്ച് നമ്മുടെ ഭാര്യയെ നമ്മൾ ഒരിക്കലും ഒരു മോശമായി പറയാതിരിക്കുക. വഴക്ക് പറയണമെങ്കിൽ നമ്മൾ സ്വകാര്യമായിട്ട് പറയുക. അത് നമ്മുടെ മുറിയിൽ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് അവർ തന്നെ കേൾക്കാൻ പാകത്തിന് മാത്രം പറയുക. അല്ലാണ്ട് മറ്റുള്ളവരുടെ കേക്ക് വെച്ച് നമ്മൾ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു, അവർക്ക് ഒത്തിരി സങ്കടമുള്ള കാര്യമാണ്. കാരണം എനിക്കറിയാവുന്ന ഒരു ഭാര്യനെ അതിൻ്റെ കൂട്ടുകാരികളുടെ മുമ്പ് വെച്ച് ഭർത്താവ് കുറ്റപ്പെടുത്തി, ഇങ്ങനെ ഭയങ്കര സൗന്ദര്യം കുറവ്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയാണെന്നൊക്കെ പറയുക, കളിയാക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് എന്ത് മാനസിക വിഷമം അനുഭവിക്കണമെന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി. നമ്മൾ എന്തിനാ കളിപ്പിക്കാൻ പോകുന്നത്? നമ്മൾ കണ്ടിഷ്ടപ്പെട്ടല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഭാര്യേനെ ആണെങ്കിലും ഭർത്താവിനെ ആണെങ്കിലും സ്വീകരിക്കുന്നത്. പിന്നെ നമ്മളെന്തിനാ അവർ കുറ്റപ്പെടുത്താൻ പോകുന്നത്? അതെന്നാന്നറിയാം, എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇതിലും നല്ലത് കിട്ടിയേനെ എന്നൊരു ചിന്ത വരും ചിലർക്ക്. എല്ലാവർക്കും ഇല്ല കേട്ടോ. അതൊരു മോശമായ പ്രവണതയല്ലേ? നമുക്ക് വിധിച്ചേക്കണം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇച്ചിരി നല്ലതിനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലും വലിയ ദുരന്തം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്തേനെ? ഇപ്പോഴാണെങ്കിൽ നല്ലതിന് പറഞ്ഞതിനെ കൊണ്ടുവന്നു വേറൊരാളുടെ കൂടെ ഒളിച്ചു പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അതൊന്നും വിശ്വസിക്കേണ്ട. നമുക്കുള്ളതിനെ നമ്മൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക. അതെന്താണെങ്കിലും അതിനെന്ത് അസുഖം വന്നാലും നമ്മൾ നോക്കാൻ റെഡിയാവണം. അങ്ങനെ ഭാര്യമാരെ നോക്കുന്ന ഭാര്യയ്ക്കൊരു ചെറിയ അസുഖമാണെങ്കിൽ പോലും അതിനെ സ്നേഹത്തോടെ നോക്കുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരവരെ ചേർത്ത് നിർത്തും. ഭർത്താവിന് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവരും അതുപോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കും ഭർത്താവിൻ്റെ കൂടെ. അപ്പം അങ്ങനെയുള്ളവരെയും അവർക്ക് ഇഷ്ടമാണ്. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് കാര്യം തുറന്ന് സംസാരിക്കുക എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മുടെ കടബാധ്യതയാണെങ്കിലും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും അതുമൊക്കെ തുറന്ന് സംസാരിക്കുക. അതിലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഭാര്യയ്ക്കും ഒരു സ്ഥാനം കൊടുക്കുക. എല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നിൻ്റെ അഭിപ്രായം എന്നാന്നൊന്ന് ചോദിക്കാൻ വലിയ പാടുള്ള കേസൊന്നുമില്ല. നിനക്കെന്നാ അറിയാം, നിനക്ക് വല്ല വിവരമുണ്ടോ, ഇങ്ങനെയൊന്നും പറയാതിരിക്കുക. ചില പെണ്ണുങ്ങളോട് ഭർത്താക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 4 അക്ഷരത്തിൻ്റെ വെളിവില്ല എന്നിട്ട് അഭിപ്രായം പറയണു എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത്. ഭാര്യയ്ക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഞാൻ ഭാര്യമാരോടൊന്ന് പറയട്ടെ,
നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാർത്ത കേൾക്കുകയോ, കൊലയും കേൾക്കേണ്ട കാര്യമില്ല. നല്ല വാർത്തകളുണ്ടെങ്കിൽ അത് കേൾക്കുക, സമൂഹത്തിന് നല്ലത് പറയുന്ന വാർത്തകൾ കേൾക്കുക, പത്രങ്ങൾ വായിക്കുക, അറിവുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഉണ്ടല്ലോ, ഇവർ ഈ വിവരമില്ല എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അവരുടെ നാവടച്ചു നോക്കുകയുള്ളൂ. കാരണം നമുക്ക് തിരിച്ച് സംസാരിക്കാൻ നമുക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാകും. ഇവക്കെങ്ങനെ വിവരം ഉണ്ടായേ എന്നൊന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഒരു അറിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇച്ചിരി കോൺഫിഡൻസോട് കൂടി സ്ത്രീകൾ സംസാരിക്കാൻ ശ്രമിക്കുക. വളഞ്ഞു കൂടി പതുങ്ങി പാവമായിട്ട് നിൽക്കാതിരിക്കുക. ഇച്ചിരി നമുക്ക് എല്ലാം അറിയാം, എന്ത് കാര്യങ്ങളും നമുക്കറിയാം എന്നുള്ള രീതിയിൽ മാത്രം നിൽക്കാൻ ശ്രമിക്കുക. അറിവുണ്ടാക്കാൻ ശ്രമിക്കണം സ്ത്രീകൾ കേട്ടോ. ചുമ്മാ പൊട്ടികളായിട്ട് ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. അതേപോലെ ചില ഭർത്താക്കന്മാരും ഭാര്യമാരെ കൊണ്ട് ഒരു കെണിയിൽ ആക്കാറുണ്ട്. അതായത് ചിലർ പറയും ചൂടോടെ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയും. ഭാര്യമാരിങ്ങനെ അടുപ്പത്ത് നിന്ന് ദോശയോ അപ്പോൾ ഒക്കെ അങ്ങ് ചൂടോടെ ഉണ്ടാക്കി. ഒരു വീട്ടിൽ 6 പേരുണ്ടെങ്കിൽ 6 പേര് എഴുന്നേറ്റ് വരുന്ന രീതിയിലാണ് അവിടുത്തെ രീതി. അപ്പം ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കുന്നു. ചൂടോടെ ഭക്ഷണം ഏത് സമയം അടുക്കളയിൽ തന്നെ കിടന്ന് പണിയുന്ന സ്ത്രീകളുമുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു കാസറോളം മേടിച്ചിട്ട് അതിനകത്തേക്ക് ഉണ്ടാക്കി വയ്ക്കുക. അത് എൻ്റെ രീതി അതാണെന്നങ്ങ് പറഞ്ഞേക്കും. ആദ്യമേ തന്നെ അതിന് നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജീവിതം മുഴുവൻ അടുക്കളയിൽ തീരുകയേ ഉള്ളൂ. അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകാതിരിക്കുക. പിന്നെ ചില ഭർത്താക്കന്മാർ മുൻകൂർ ഒരു അടവും കൂടെ എടുക്കണം കേട്ടിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും പോകാമെന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സുഹൃത്തുക്കളുടെയൊക്കെ കൂടെ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും ഭർത്താക്കന്മാർ ചാടി പറയും, അവൾക്കൊരിടത്തും പോകുന്ന ഇഷ്ടമല്ലെന്നേ, അവൾക്കിങ്ങനെ വീട്ടിൽ ഇരിക്കുന്നതാണ്, ഭക്ഷണം പാകം ചെയ്യുന്നത്, മക്കളെ നോക്കുന്നതൊക്കെ, വീടൊക്കെ വൃത്തിയാക്കിയിരുന്ന ഇഷ്ടമെന്നേ, അവൾക്കൊരിടത്ത് പോകുന്ന ഇഷ്ടമല്ലെന്ന്. അത് ആദ്യകാലത്ത് ചിലപ്പോൾ അവൾ പറഞ്ഞെന്ന് കാണും. എന്നാണെന്നറിയാമോ, അത് ഭർത്താക്കന്മാരെ സാമ്പത്തിക സ്ഥിതി നോക്കി ആ ഭാര്യ പറഞ്ഞെന്ന് കാണും. പിന്നെ കുറേ കഴിയുമ്പോൾ അവൾക്കും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പുറത്തു പോയി ഭക്ഷണം കഴിക്കണം, മറ്റുള്ളവരുടെ കൂടെ കറങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. ഭർത്താവ് ഈ രീതിയിൽ പറയുമ്പോൾ ഭാര്യയ്ക്ക് പിന്നെ തിരിച്ചൊന്നും പറയാൻ പറ്റാണ്ടാവും. അവളത് അംഗീകരിക്കും, അവൾ അവിടെ തന്നെ ഇരിക്കും. ചില മക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല എന്നേ കഴിക്കുന്നത്, അമ്മ അതൊന്നും കഴിക്കാറില്ല എന്ന് പറയും. അതെന്താണെന്നറിയാമോ, അമ്മയുടെ നല്ല പ്രായത്തിൽ അമ്മയ്ക്ക് ഈ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ സൂക്ഷിച്ചു വെച്ച് അവർക്ക് കൊടുത്തോണ്ടിരുന്നു. പ്രായമായി കഴിഞ്ഞപ്പോഴും അമ്മയ്ക്ക് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ മക്കളിങ്ങനെ പറയുമ്പോൾ അവരുടെ കാങ്ക വെച്ച് കഴിക്കാനൊരു മടി. പക്ഷേ നിങ്ങൾ സ്ത്രീകൾ എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ, നിങ്ങൾ കഴിച്ചു തുടങ്ങുക. നിങ്ങളങ്ങനെ മാറിയിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു മാറ്റപ്പെടും. എല്ലാവരിൽ നിന്നും നമ്മൾ അകത്തപ്പെടും. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് കയറി വന്ന് നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ, നമ്മുടെ മക്കളൊക്കെ വലുതായെങ്കിൽ അവരൊക്കെ ഒരു ലെവലിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചോളുക. അല്ലേ തന്നെ നമ്മുടെ മക്കൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കണേലൊന്നും മാറി നിൽക്കേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും പോകുന്ന സമയത്തുണ്ടെങ്കിൽ അവരുടെ കൂടെ ഞാനും വരുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞേക്കുക, എനിക്കൊന്ന് കാണണമെന്നുണ്ട് എന്ന് പറയുക. നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിലോ ജീവിതത്തിൽ എന്നും നമ്മൾ മാറ്റപ്പെടുകയുള്ളൂ. അപ്പം ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റിവെക്കുക. പണ്ടുള്ള അമ്മമാർ കഞ്ഞിവെള്ളം കുടിച്ച് മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് അമ്മമാർ കഞ്ഞിവെള്ളം കുടിച്ച് കിടന്നുറങ്ങി എന്നുള്ള കാലം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അത് ആ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്താൽ എന്നോർത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവർക്ക് കഞ്ഞിവെള്ളം കുടിക്കണമെന്നുണ്ടോ? അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണ്ടേ? അവരുടെ ജീവിതം ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി മാത്രമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിലോ ആരെങ്കിലും അവരെ അംഗീകരിക്കുന്നുണ്ടോ? ചില മാതാപിതാക്കളുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള അമ്മമാരുണ്ട്, ഒരു ജോലിക്കും പോകാണ്ട് മക്കളെ നോക്കൊണ്ടിരുന്നു. കുറേ വർഷങ്ങൾ കഴിയുമ്പം ഈ മക്കൾ പറഞ്ഞേക്കാം, അമ്മ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകാത്തത്? അപ്പോൾ അമ്മ പറയും, മക്കളെ നോക്കാൻ വേണ്ടി ഇരുന്നാന്ന് പറയും. അപ്പം അമ്മ അശോ കഷ്ടമായിപ്പോയി, അത് അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു, എന്നാൽ നമുക്ക് ഇതിൽ നന്നായിട്ട് ജീവിക്കാൻ പാടില്ലായിരുന്നു, അതെന്തേ ചെയ്യാത്ത, അത് അമ്മയുടെ കയ്യിലിരിക്കുന്ന പൊട്ടത്തരമല്ലേ വിട്ടിത്തരമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യും. ഇതും കേൾക്കേണ്ടി വരും. കാരണം നമ്മളെന്തുകൊണ്ടാണ്, നമുക്ക് മക്കളെ നോക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജോലി വേണ്ടാന്ന് വെച്ച് ഒരു വേലക്കാരിയുടെ പോലും സ്ഥാനത്ത് നിന്ന് നമ്മൾ മക്കളെ നോക്കിയെന്ന് വിചാരിക്കാം. അച്ഛനുണ്ടായിരിക്കാം, അമ്മയുണ്ടായിരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും ജീവിച്ചത്. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ മക്കൾ പറയും, അയ്യോ അത് കഷ്ടമായിപ്പോയി, അമ്മ അത് പോകാമായിരുന്നു എന്നിങ്ങനെ പറയുന്നത്. ചില മക്കൾ പിന്നെയും കടന്ന കൈയും കൂടെ പറയും, അമ്മ അങ്ങനെ ജോലിക്കാരിയായിരുന്നു, ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാമായിരുന്നു, ഏതാണ്ട് വീട്ടു ജോലിക്കാരി ഏതാണ്ട് മോശമാണെന്നുള്ള രീതിയിൽ, മക്കളെ നോക്കുന്ന ഒരു മോശമാണെന്നുള്ള രീതിയിൽ അതും കൂടെ പറയുന്ന മക്കളുണ്ട്. ഇതൊക്കെ നടക്കുന്നതാട്ടോ ഈ സമൂഹത്തിൽ. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മളെന്താണോ അത് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മളൊരു മനസ്സ് വയ്ക്കണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പറയാനും പ്രവർത്തിക്കാനും നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം. ഒന്നും ഒളിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടല്ലോ, കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണെങ്കിലും നമ്മൾ പറയണം, അത് നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ സ്ത്രീകളെ എപ്പോഴും ചുമ്മാ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ എന്തെങ്കിലും ഒരു വരുമാന മാർഗം, തയ്യലാണെങ്കിലും ഒരു ചെറിയ തുണിക്കച്ചവടമാണെങ്കിലും എന്തെങ്കിലും അച്ചാറാണെങ്കിലും ഒക്കെ തുടങ്ങി നമുക്കൊരു 100 രൂപയെങ്കിൽ 100 രൂപ നമുക്കൊരു വരുമാനം ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് കൂടി വരും.
പിന്നെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. മക്കളുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, നമുക്ക് വേണ്ടി ജീവിക്കുക, സന്തോഷം കണ്ടെത്തുക. ഏത് മേഖലകളിലാണോ സന്തോഷമുള്ള കണ്ടെത്തുക. ഇപ്പോഴും പിന്നെ കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാർ, വലിയ ഗൗരവത്തോടെ നടക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഒരു സ്ത്രീകളും അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഇഷ്ടപ്പെടുന്നില്ല. ഇച്ചിരി സ്നേഹം കാണിക്കുന്ന, ഗൗരവമൊക്കെ നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ ഒന്നെങ്കിൽ ഓഫീസിലായിരിക്കണം അല്ലെങ്കിൽ പുറത്തായിരിക്കും. പക്ഷേ നമ്മുടെ ഭാര്യയോടോ മക്കളുടെ അടുത്തായിരിക്കില്ല നമ്മൾ ഗൗരവം എടുക്കേണ്ടത്. അത് നമ്മളെ അവരിൽ നിന്ന് അകത്തുകയുള്ളൂ. അതുകൊണ്ടൊരു പ്രയോജനമില്ലെന്നേ. അതേപോലെ ഭാര്യയോട് എന്തുമാത്രം സ്നേഹം കാണിക്കുന്നു അവളത് തിരിച്ചു തരും, ഉറപ്പായ കാര്യമാണ്. അപ്പോഴാണ് വേറുള്ളവരുടെ കൂടെ ഭാര്യമാർ പോകാതിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടുല്ലേ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ അനിയത്തി പോയത്. അതൊക്കെ സ്നേഹമല്ല കേട്ടോ, അതൊക്കെ കാമം മൂത്ത് പോകുന്ന. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവൻ അതിനെ ഉപേക്ഷിക്കും. എന്നിട്ട് അവൾ വീഡിയോ ഇട്ടേക്കുന്നു. എന്ത് ചങ്കുറ്റമാണ്! സ്വന്തം സഹോദരിയെ ചതിക്കുന്നതാണ് വലിയ കേമെന്ന് ഓർത്തുണ്ട്. ഇങ്ങനെയുള്ള സമൂഹമാണ്. അതൊന്നും സ്ത്രീകളുടെ സ്വഭാവം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല, പുരുഷന്മാരെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ സാധാരണയായ നല്ല സ്ത്രീകൾ കുടുംബം നോക്കുന്നു, അവരുടെ ജീവിതം അതിനു വേണ്ടി മാറ്റിവെക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയും കൂടെ കുറച്ചൊക്കെ ജീവിക്കുക. നിങ്ങളെ അംഗീകരിക്കാൻ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഒരു സ്നേഹം കാണിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും അവരെ തള്ളിക്കളയരുത്, അവരെ അകറ്റി നിർത്തരുത്. അവർക്കെല്ലാത്തിനും സ്വാതന്ത്ര്യം, നീയും വാ എന്നും പറഞ്ഞ് അവരെയും കൂടെ നിർത്തുക. അപ്പോൾ ആ സ്നേഹം ഒന്നും വല്ലാത്തതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.